അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കില്ല. എന്നാൽ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും വ്യക്തിപരമായി ഇതിൽ പങ്കെടുക്കാമെന്ന് അറിയുന്നു. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ നിർണായകമായ തീരുമാനം കോൺഗ്രസ് എപ്പോഴാണ് കൈക്കൊണ്ടത്? ഇതൊരു പ്രഖ്യാപനത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ അഥവാ പാർട്ടിയിൽ നടക്കുന്ന ചർച്ച ഇപ്രകാരമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിട്ടില്ല. മറിച്ച് അതിന്റെ 3 നേതാക്കളെയാണ് വിളിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധി, ഒപ്പം മല്ലികാർജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതിൽ സോണിയാഗാന്ധിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിനും അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ അവിടേക്കുള്ള യാത്ര സാധ്യമല്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആലോചിച്ചിരുന്നത് ഒരു പ്രതിനിധി സംഘത്തെ ഇതിന്റെ ഭാഗമായിട്ട് അയച്ച് ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രതിനിധി സംഘം വേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു പങ്കെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ഇത് അവരെ അറിയിക്കുകയും ചെയ്യും. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാനായി സാധിക്കില്ല എന്നായിരിക്കും അറിയിക്കുക. കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്കോ എന്നാൽ മറ്റ് പ്രവർത്തകർക്കോ ഏതെങ്കിലും വിധത്തിൽ ലിഖിതമായോ വാക്കുകൊണ്ടോ ആ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നോ അഥവാ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തരുത് എന്നോ ഉള്ള നിർദ്ദേശമൊന്നും നൽകണ്ടെന്നും കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.